എയിംസ് 2025 പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സിൻ്റെ ബേസിക് രജിസ്ട്രേഷൻ വിൻഡോ ഓൾറെഡി ഓപ്പൺ ആണ്. ഇത് 8 ഏപ്രിൽ 2025 മുതൽ 7 മെയ് 2025 വരെയാണ്. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് പോസ്റ്റ് ബേസിക്കിനും BScക്കും പാരാമെഡിക്കലിനും ഒരേ പ്രോസസ്സ് തന്നെയാണ്. അതിനുശേഷം 17 ഏപ്രിൽ മുതൽ 15 മെയ് ഇതിനുള്ളിൽ നിങ്ങൾക്ക് കോഡ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഈ കോഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഫൈനൽ രജിസ്ട്രേഷന് പോസ്റ്റ് ബേസിക്കിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഫൈനൽ രജിസ്ട്രേഷനും ഈ ടൈം പീരീഡിൽ തന്നെ വേണം. 17 ഏപ്രിലിനും 15 മെയ്ക്കുമുള്ളിൽ ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. എക്സാം ഡേറ്റ് 21 ജൂൺ 2025 ആണ്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എയിംസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. www.aimsexam.in.ac. എലിജിബിലിറ്റി +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇത് ഏതെങ്കിലും എടുത്ത് പഠിച്ചതിന് ശേഷം ജനറൽ നഴ്സിംഗ് പാസ്സായതായിരിക്കണം. ജനറൽ നഴ്സിംഗ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ റിക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പാസ്സായതായിരിക്കണം. അതോടൊപ്പം സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷനും നിങ്ങൾക്ക് വേണം. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ, ഒപ്താൽമിക് നഴ്സിംഗ്, സൈക്കാട്രിക് നഴ്സിംഗ്, ലെപ്രസി നഴ്സിംഗ്, TB നഴ്സിംഗ്, ന്യൂറോളജിക്കൽ ഓർ ന്യൂറോ സർജറി നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ക്യാൻസർ നഴ്സിംഗ്, ഓർത്തോപീഡിക് നഴ്സിംഗ് ഇതിലേതെങ്കിലും ഒരു ഏരിയയിൽ 6 മന്ത് ട്രെയിനിങ് ആവശ്യമുണ്ട്. ഈ പർട്ടിക്കുലർ ഏരിയയിൽ 6 മന്ത് ട്രെയിനിങ് ഉള്ളവർക്കാണ് പോസ്റ്റ് ബേസിക് നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഏജ് ലിമിറ്റ് 17 ഇയേഴ്സ് ഡിസംബർ 31 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പർ ലിമിറ്റ് ഇല്ല. സിലബസ് ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അതിൽ അനാട്ടമി, ഫിസിയോളജി ആൻഡ് ഫാർമക്കോളജി ഇൻക്ലൂഡഡ് ആണ്. ഒബ്സ്റ്റട്രിക് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, പീഡിയാട്രിക് നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, സൈക്കാട്രിക് നഴ്സിംഗ് ആൻഡ് പ്രൊഫഷണൽ ട്രെൻഡ്സ് ഇൻ നഴ്സിംഗ് ഇതൊക്കെയാണ് പോസ്റ്റ് ബേസിക് CBT എക്സാമിൻ്റെ സിലബസ്. എക്സാം പാറ്റേൺ CBT ആണ്. ഓൺലൈൻ എക്സാമാണ്. കേരളത്തിൽ അതിൻ്റെ സെൻറ്റർ ട്രിവാൻഡ്രമാണ്. 90 MCQ ക്വസ്റ്റ്യൻസ്, 90 മാർക്സ്, 90 മിനിറ്റ്സ് 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് CBT എക്സാമിനുള്ളത്. 1 മാർക്ക് is scored for correct answer and 1/3 mark is deducted for every incorrect response. 0 മാർക്ക് given for question not answered. മോർ ദാൻ 1 റെസ്പോൺസ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യുന്നതാണ്. അതിനുശേഷം വൺസ് നിങ്ങൾ CBT എക്സാമിൽ പാസ്സായെങ്കിൽ അടുത്തത് സെക്കൻഡ് സ്റ്റേജ് പേഴ്സണൽ ഇൻ്റർവ്യൂവോ അസസ്മെൻറ്റ് സ്കീമോ ആണ്. സെക്കൻഡ് സ്റ്റേജിലേക്ക് കോളപ്പ് ചെയ്യുന്നത് ഇവരുടെ റിക്വയർമെൻറ്റിൻ്റെ 3 ഇരട്ടി കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും. ഈ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് 30 മാർക്സ് വെയിറ്റേജ് ഉണ്ട്. ഇതിൽ മെയിനായിട്ടും അസസ് ചെയ്യുന്നത് പേഴ്സണലായിട്ടുള്ള ഇൻ്റർവ്യൂ, അതായത് നിങ്ങളുടെ പെർഫോമൻസ്, കോൺഫിഡൻസ് ഇതൊക്കെ അസസ് ചെയ്യപ്പെടും. അതോടൊപ്പം പാസ്റ്റ് അക്കാഡമിക്കൽ റെക്കോർഡ് ഇൻ ദ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ക്ലാസ് 12 ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ, അതായത് ഇതിൻ്റെ മാർക്ക് ഷീറ്റ് നിങ്ങളുടെ പെർഫോമൻസ് ആണ് നോക്കുന്നത്. അതിനുശേഷം പാസ്റ്റ് അക്കാഡമിക് റെക്കോർഡിൻ്റെ നഴ്സിംഗ് എക്സാമിനേഷൻ, അതായത് ജനറൽ നഴ്സിംഗിൽ നിങ്ങളുടെ പെർഫോമൻസ്, അതോടൊപ്പം പെർഫോമൻസ് ആസ് എ സ്റ്റാഫ് നഴ്സ് ഇതിൽ നിന്നാണ് 30 മാർക്സ് ആവറേജ് വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബേസിക് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പല വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് പറയാം. വൺസ് നിങ്ങൾ www.aimsexam.ac.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇതിൽ നിങ്ങൾ അക്കാഡമിക് കോഴ്സ് എന്നുള്ള കോളം നിങ്ങൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പേജായിട്ട് BSc നഴ്സിംഗ് ഓർ പോസ്റ്റ് ബേസിക് നഴ്സിംഗ്, അതായത് നഴ്സിംഗിൻ്റെ അണ്ടറിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പേജ് നിങ്ങൾക്ക് BSc ഓർ പോസ്റ്റ് ബേസിക് നഴ്സിംഗിൻ്റെ പ്രൊസീഡ് ഇങ്ങനെ ഒരു പോർഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യും. ഇത് ബേസിക് രജിസ്ട്രേഷൻ ആൻഡ് ജനറേഷൻ ഓഫ് കോഡ് എന്നുള്ള ഒരു പേജാണ്. ഇതിൽ പ്രൊസീഡ് ടു ബേസിക് രജിസ്ട്രേഷൻ ഹോം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകുന്നതാണ്. ഇതിൽ ന്യൂ ബേസിക് രജിസ്ട്രേഷൻ സോൺ എന്ന ഒരു പേജ് ഓപ്പൺ ആകും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഇവിടെ ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ്, ആപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ട റിക്വയർമെൻറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വാലിഡ് ഇമെയിൽ ID, മൊബൈൽ നമ്പർ വേണം, പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം, വാലിഡ് ഫോട്ടോ ID, സ്കാൻഡ് ഇമേജ് ഓഫ് യുവർ ഫോട്ടോസ്, യുവർ സിഗ്നേച്ചർ, യുവർ ലെഫ്റ്റ് തം ഇംപ്രഷൻ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് പ്രൊസീഡ് ടു അനദർ പേജ്. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോർഷൻ കാണാൻ സാധിക്കും. ഇതിൽ BSc നേഴ്സിംഗ്, പാരാമെഡിക്കൽ നേഴ്സിംഗ്, പോസ്റ്റ് ബേസിക് നേഴ്സിംഗ് എന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഈ മൂന്ന് കോഴ്സിനും ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജാണ് ബേസിക് രജിസ്ട്രേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട പാർട്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഫാദർ നെയിം, മദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചൂസ് ചെയ്യുക. ID പ്രൂഫായിട്ട് എന്ത് വേണമെങ്കിലും, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, 12th ബോർഡ് ഓർ അഡ്മിറ്റ് കാർഡ്, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, പെർമനൻ്റ് അഡ്രസ്സ്, ഇതിനുശേഷം ഡിക്ലറേഷൻ്റെ അകത്ത് നിങ്ങൾ അപ്രൂവ് ചെയ്യുക. ബേസിക് രജിസ്ട്രേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം നിങ്ങൾ അപ്ലോഡ് ഇമേജ്, ഇതും വളരെ ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ഇമേജ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കെയർഫുൾ ആകാനുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വൺസ് നിങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജനറേറ്റ് രജിസ്ട്രേഷൻ ID, പാസ്വേഡ്, ദെൻ പ്രിൻറ്റ് ബേസിക് രജിസ്ട്രേഷൻ ഫോം, നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഫോം പ്രിൻറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ്. ഇതിൽ ബേസിക് രജിസ്ട്രേഷൻ റിജക്റ്റ് ആകാനുള്ള മെയിൻ റീസൺ നെയിം, നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇതിൽ വരുന്ന എറർ. അതോടൊപ്പം ഏറ്റവും കൂടുതൽ റിജക്റ്റ് ആകുന്നത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സ്, തമ്പ് ഇംപ്രഷൻ, അതോടൊപ്പം നിങ്ങളുടെ സിഗ്നേച്ചർ, ഇതിൽ വരുന്ന എന്തെങ്കിലും വേരിയേഷൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ ഒരു ഫോട്ടോ നിങ്ങളുടെ ക്യാമറ കൊണ്ടോ മൊബൈൽ കൊണ്ടോ ഒരു ഫോട്ടോ എടുക്കുക. അതിനുശേഷം 50 KB സൈസിലാണ് ഇത് വേണ്ടത്. അത് ക്രോപ്പ് ചെയ്ത് എടുക്കുക. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോഗ്രാഫ് വിതിൻ 6 മന്തിൽ, അതായത് ഒരുപാട് ഓൾഡ് അല്ലാത്ത ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ 3.5 cm × 4.5 cm എന്നുള്ള ഒരു ബോക്സ്, ആ ഒരു മെഷർമെൻറ്റിൽ ഒരു ബോക്സ് വരയ്ക്കുക. അതിനുശേഷം ഈ ഫോട്ടോ അതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്തതിന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തെടുക്കുമ്പോൾ ഈ ബോക്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ഷീറ്റ് സ്കാൻ ചെയ്തെടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. വൺസ് നിങ്ങൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ റെഡിയാക്കിയ ജസ്റ്റ് ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കണം. ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണോ, ഫേസ് എസ്പെഷ്യലി ഇയേഴ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. ഇത് സേവ് ചെയ്തിരിക്കുന്നത് JPEG, GIF, PNG എന്നീ ഫോമാറ്റിലായിരിക്കണം. ബ്ലേഡ് ആകാൻ പാടില്ല. അടുത്തത് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബോക്സിൽ സൈൻ ഇട്ടിട്ട് നിങ്ങൾക്കത് ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു A4 സൈസ് പേപ്പറിൽ ഒരു ബോക്സ് ഡ്രോ ചെയ്ത് അതിൽ സിഗ്നേച്ചർ ഇടുക. ഇത് വളരെ ക്ലിയർ ആയിരിക്കണം. ഓവർ റൈറ്റിംഗ് പാടില്ല. ഇനീഷ്യൽ മാത്രം സിഗ്നേച്ചറായിട്ട് യൂസ് ചെയ്യാനും പാടില്ല. അത് സ്കാൻ ചെയ്തെടുക്കുക. സ്കാൻ ചെയ്തെടുക്കുമ്പോൾ ആ ഡ്രോ ചെയ്ത കോളത്തിലുള്ള സിഗ്നേച്ചർ മാത്രം ഫോക്കസ് ചെയ്യുക. കംപ്ലീറ്റ് ഷീറ്റ് നിങ്ങൾ സ്കാൻ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ചെക്ക് ലിസ്റ്റ് ബിഫോർ അപ്ലോഡിങ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കെയർഫുൾ ആയിരിക്കണം. സിഗ്നേച്ചർ ക്ലിയർ ആയിരിക്കണം. ഓവർ റൈറ്റിംഗ് പാടില്ല. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരിക്കണം. ഇമേജ് സൈസ് 20 × 100 KB ആയിരിക്കണം. ഇമേജ് സേവ് ചെയ്തിരിക്കുന്നത് JPG, PNG ഫോമാറ്റിലായിരിക്കണം. ബ്ലേഡ് ആകാൻ പാടില്ല. നെക്സ്റ്റാണ് തമ്പ് ഇംപ്രഷൻ. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് വേണ്ടത്. ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് പാടെടുക്കുക. അതിൽ ലെഫ്റ്റ് തമ്പ് പ്രസ് ചെയ്തതിന് ശേഷം ഈ ബോക്സിൽ പ്രസ് ചെയ്യുക. അങ്ങനെ തമ്പ് ഇംപ്രഷൻ എടുക്കാൻ സാധിക്കും. ഇതും നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫായിട്ട് എടുത്ത് ക്രോപ്പ് ചെയ്ത് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതും നിങ്ങൾക്ക് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പം ആ കോളം മാത്രം ഫോക്കസ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ചെയ്യുക. കംപ്ലീറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ ഇത് റിജക്റ്റ് ആകുന്നതാണ്. ഇതിൻ്റെ ചെക്ക് ലിസ്റ്റ് ബിഫോർ അപ്ലോഡിങ് ഇത് ഷുഡ് ബി ക്ലിയർ അഗെയിൻസ്റ്റ് ദ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ദെൻ ഇമേജ് സൈസ് 20 × 100 KB. ഇമേജ് സേവ്ഡ് ഇൻ JPG or PNG ഫോമാറ്റ് ഓൾസോ ഇറ്റ്സ് നോട്ട് ബ്ലേഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ബേസിക് രജിസ്ട്രേഷൻ ഇതുവരെ ഇനീഷ്യേറ്റ് ചെയ്യാത്തവർ എത്രയും വേഗം ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്.